ഹലോ എവരി വൺ. നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങിക്കൊടുക്കാറുണ്ടല്ലേ. പക്ഷേ കുട്ടികൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുക നമ്മുടെ വീട്ടിലുള്ള സ്പൂണിനോടും പ്ലേറ്റിനോടും ബോട്ടിലിനോടൊക്കെ ആയിരിക്കാം. ആക്ച്വലി ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കുട്ടികളുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ബേസിക് ലെവലിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികളെ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഫൗണ്ടേഷൻ സ്കിൽസ് അവർ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് എന്ന് പറയുന്നത്. ഇവയിൽ പ്രധാനമാണ് ഐ കോണ്ടാക്ട്, ജോയിൻ്റ് അറ്റൻഷൻ, ഇമിറ്റേഷൻ, ടേൺ ടേക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ് എന്നിവ. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഈ സ്കിൽസൊക്കെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഐ കോണ്ടാക്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ് വീട്ടിലുള്ള പൊട്ടെടുക്കുക അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് എടുക്കുക. എന്നിട്ടത് നമ്മുടെ മുഖത്ത് ഒട്ടിക്കുക. ഇപ്പോൾ കളർഫുൾ സ്റ്റിക്കേഴ്സ് ആണെങ്കിലും പൊട്ടൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവർ നമ്മുടെ മുഖത്തോട്ട് നോക്കും, കണ്ണുകളിലോട്ട് നോക്കും. കുട്ടികളോട് മുഖത്ത് പല സ്ഥലങ്ങളിലായി പൊട്ടൊട്ടിച്ചിട്ട് അവയൊക്കെ തൊടാൻ പറയുക, പോയിന്റ് ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ എടുക്കാൻ പറയുക. പിന്നീട് പൊട്ട് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ വെപ്പിക്കുക, അവരുടെ ഫേസിൽ വെപ്പിക്കുക. ഇതൊക്കെ കുട്ടി മുഖത്തോട്ട് നോക്കാനും ഐ കോണ്ടാക്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ജോയിൻ്റ് അറ്റൻഷൻ. കുട്ടി മറ്റൊരാളുമായിട്ട് ഒരേ വസ്തുവിലോ ഒരേ പ്രവൃത്തിയിലോ ഒരേ സമയത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണിത്. അതിനായിട്ടൊരു സിമ്പിൾ ആക്ടിവിറ്റിയാണ് കപ്പ് എടുക്കുക, സ്പൂൺ എടുക്കുക. കപ്പിൻ്റെ ഉള്ളിൽ സ്പൂൺ ഇട്ടിട്ട് സൗണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് കുട്ടിയോട് കപ്പ് എവിടാന്നോ സ്പൂൺ എവിടാന്നൊക്കെ ചോദിക്കുക. കുട്ടി കറക്റ്റായിട്ടുള്ള കപ്പിലോട്ടോ അല്ലെങ്കിൽ സ്പൂണിലോട്ടോ നോക്കുകയാണെങ്കിൽ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. മറ്റൊന്നാണ് ഇമിറ്റേഷൻ. കുട്ടികൾ പല കാര്യങ്ങളും മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ ഇമിറ്റേഷൻ സ്കിൽസ് അല്ലെങ്കിൽ കോപ്പിങ് സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുട്ടിക്കൊപ്പം ഇരുന്ന് ക്ലാപ്പ് ചെയ്യുക, വേവ് ചെയ്യുക, കുട്ടീനെ കൊണ്ട് ബൈ ബൈ പറയിപ്പിക്കാം, ടാറ്റ പറയിപ്പിക്കാം, ടേബിളിന് മേലെ കൊട്ടിക്കാം, പിന്നെ പ്ലേറ്റ് വെച്ച് കൊട്ടിക്കാം. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്ത് പഠിക്കും. ഇതൊന്നും കൂടാതെ ആനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ സൗണ്ട്സും ഇമിറ്റേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. അടുത്തതാണ് ടേൺ ടേക്കിംഗ് സ്കിൽസ്. അതായത് ഒരാൾക്ക് ശേഷം മറ്റൊരാൾ കളിക്കുകയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. അതിനായിട്ട് ടേൺസ് എടുത്ത് വെജിറ്റബിൾസ് അടുക്കി വെപ്പിക്കാം, ക്ലോത്ത്സ് ഫോൾഡ് ചെയ്യിപ്പിക്കാം. ഒരുമിച്ചിരുന്ന് ഫുഡ് ഷെയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആരുടെ ടേൺ ആണ്, അടുത്തത് ആരുടെ ടേൺ ആണ്, അങ്ങനെ പറഞ്ഞ് ചെയ്യിക്കാം. പ്രീ ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ഡെവലപ്പ് ആയതിനു ശേഷം നമുക്ക് ലിംഗ്വിസ്റ്റിക് സ്കിൽസിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഞാൻ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എക്സ്പ്രസീവ് ലാംഗ്വേജ് സ്കിൽസ്, അതായത് കുട്ടിക്ക് സംസാരിക്കാനുള്ള കഴിവിലും അതുപോലെ തന്നെ റിസപ്റ്റീവ് ലാംഗ്വേജ് സ്കിൽസിൽ നമ്മൾ വർക്ക് ചെയ്യണം, അതായത് മനസ്സിലാക്കാനുള്ള കഴിവിലും. അതിനായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന കൂടെ തന്നെ കുട്ടിയെ കൂട്ടാം. സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു തുടങ്ങാം. പ്ലേറ്റ് എടുത്തതാ, കപ്പ് തരൂ, ബുക്ക് അവിടെ വെക്കൂ, റൂമിൽ പോയി ഇന്ന സാധനം എടുത്തിട്ട് വാ, അങ്ങനെയൊക്കെ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് വെക്കാബുലറി. ഇപ്പോൾ വെക്കാബുലറി ഇമ്പ്രൂവ് ആക്കാനായിട്ട് വീട്ടിലുള്ള കോമൺ ഒബ്ജക്ട്സിൻ്റെ ഒക്കെ പേരുകൾ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ലൈക്ക് കപ്പ്, ഷൂവ്, പ്ലേറ്റ്, ടേബിള്, ചെയർ. റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സ്പോഷർ കൊടുക്കുക. ഇനി മറ്റൊന്നാണ് മിറർ. നമ്മൾ കുട്ടിയുമായിട്ട് മിററിൻ്റെ മുൻപിൽ ഇരിക്കുക, എന്നിട്ട് കൂടുതൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുട്ടിയോട് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയാം. അതുപോലെ തന്നെ സൗണ്ട്സ് ഉണ്ടാക്കാം, വേർഡ്സ് പറയാം. അപ്പം അവരും നമ്മൾ ചെയ്യുന്നത് പോലെ മിററിൽ നോക്കിയിട്ട് പറയട്ടെ. മറ്റൊന്നാണ് വാട്ടർ ആക്ടിവിറ്റി. വെള്ളത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ്. 2 കപ്പ് എടുക്കുക, ഒരു കപ്പിൽ നിറയെ വെള്ളം എടുക്കുക, ഒരു കപ്പിൽ വെള്ളം വേണ്ട, ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് കുട്ടിയോട് ഏതിൽ കപ്പിലാണ് നിറയെ വെള്ളമുള്ളത്, ഫുള്ളായിട്ടുള്ളത്, ഏതാണ് എംറ്റി ആയിട്ടുള്ളത്, സ്പൂൺ ഉപയോഗിച്ചിട്ട് വെള്ളം നിറയുള്ള കപ്പിൽ നിന്ന് വെള്ളമില്ലാത്ത കപ്പിലേക്ക് മാറ്റാൻ പറയുക. വെള്ളത്തിൽ കൈയിട്ട് കളിക്കുക, വെള്ളം വീഴുമ്പോഴുള്ള സൗണ്ട് ഉണ്ടാക്കുക. ഈ ഒരു സിമ്പിൾ ആക്ടിവിറ്റി കൊണ്ട് തന്നെ വെക്കാബുലറി കൂട്ടാം, സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് പഠിപ്പിക്കാം. അതുപോലെ തന്നെ ജോയിൻ്റ് അറ്റൻഷൻ, ടേൺ ടേക്കിംഗ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഈ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സമയം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡെയിലി റൂട്ടീൻസുമായിട്ട് ബന്ധപ്പെടുത്തി ഇതൊക്കെ ചെയ്യാവുന്നതാണ്. കുട്ടീനെ കുളിപ്പിക്കുമ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും ഓർക്കുന്നതിന് മുന്നേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിക്കുമ്പോഴും ഷൂ മാറ്റുമ്പോഴെല്ലാം നമുക്കിത് ചെയ്യിപ്പിക്കാവുന്നതാണ്. കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് എവരിഡേ ഇൻട്രാക്ഷനിലൂടെയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്